ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ളോഗ് വീഡിയോയുമായിട്ടാണ്. ഇന്ന് ഒരു ദിവസം എൻ്റെ എങ്ങനെയാണ് കടന്നുപോയെന്നുള്ളതിനെ പറ്റിയുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെയിലി ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളും പിന്നെ മോൻ്റെ വാക്സിനേഷൻ ഉണ്ടായിരുന്നു 1 ഇയറിൻ്റെ. അപ്പോൾ അതിന് പോയ വിശേഷങ്ങളും പിന്നെ ഒരു ചെറിയൊരു ഔട്ടിങ്ങൊക്കെ ഉണ്ടായി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സമയം ഒരു 8 മണിയായിട്ടുണ്ട്. ഹസ്ബൻഡ് ഓൾറെഡി ജോലിക്ക് പോയി. അപ്പോൾ മോനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. അവനൊന്ന് ഉറങ്ങിയാലാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മൾ പുറകെ തന്നെ നടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവനെ നമ്മൾ എടുത്തുകൊണ്ട് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അവനൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്ന് മോൻ്റെ വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ 11 മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 11 മണിക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോൾ ഹാഫ് ആൻ അവർ മുമ്പ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു 10:30 ആകുമ്പോൾ അവിടെ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ കൊച്ചിൻ്റെ വെയിറ്റ്, ഹൈറ്റ് അതുപോലുള്ള കുറച്ച് ഇനീഷ്യൽ അസസ്മെൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ഹാഫ് ആൻ അവർ മുമ്പ് നമ്മളോട് വരാൻ പറയുന്നത്. രാവിലത്തെ പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം കിച്ചൺ നല്ലപോലെ പാത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. നമുക്കിപ്പോൾ അത്യാവശ്യം പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കി വെക്കണം. പിന്നെ ചോറും വെക്കാനുണ്ട്. അപ്പോൾ മോര് കൂട്ടാനും പപ്പടവും പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ മെനു ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വേണം ചോറ് വയ്ക്കാനായിട്ട് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് കുത്തരി തന്നെയാണ്. നമ്മളിപ്പോൾ കുറേ റൈസ് വെറൈറ്റീസ് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ബ്രൗൺ റൈസ്, വൈറ്റ് റൈസ്, റെഡ് റൈസ്, ബ്ലാക്ക് റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ റെഡ് റൈസിൻ്റെ വെറൈറ്റിയാണ് നമ്മുടെ പാലക്കാടൻ മട്ട എന്ന് പറയുന്നത്. അപ്പോൾ കുത്തരി തന്നെയാണത്. ഇതെന്ന് പറയുന്നത് ഒത്തിരി ന്യൂട്രീഷൻസ് വാല്യൂ ഹൈ ആയിട്ടുള്ള റൈസ് വെറൈറ്റിയാണ്. ഹൈലി ഇൻ മഗ്നീഷ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, സെലീനിയം ഇതൊക്കെ ഒത്തിരി ഹൈ ആയിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറ്ററി ഫൈബർ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡൈജഷൻ ഒത്തിരി എളുപ്പമായിരിക്കും കമ്പയർ ടു വൈറ്റ് റൈസ്. വൈറ്റ് റൈസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി പോളിഷ്ഡ് ആണ്. അതിൽ ഫൈബർ ഒട്ടുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ റൈസ് ബ്രാൻ എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള പോളിഷ്ഡ് വെറൈറ്റിയാണ് വൈറ്റ് റൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. നമുക്ക് ഇപ്പോൾ ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വൈറ്റ് റൈസ് കൺസ്യൂം ചെയ്യരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കൂടുതൽ സ്റ്റാർച്ചുള്ള കാരണം അവർക്ക് ഷുഗർ ലെവൽ കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഷുഗർ ലെവൽ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ ലെവലിൽ വേരിയേഷൻസ് വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെയിറ്റ് ലോസിന് നല്ലത് റെഡ് റൈസ് ആണ്, അല്ലെങ്കിൽ ബ്രൗൺ റൈസ് ആണ് നല്ലത്. കാരണം വൈറ്റ് റൈസ് എന്ന് പറയുമ്പോൾ ഷുഗർ ലെവൽസ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവില്ല, വെയിറ്റ് ഗെയിൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം പിന്നെ അതുപോലെ തന്നെ റെഡ് റൈസ് എന്ന് പറയുന്നത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് എത്രത്തോളം നമ്മൾ ബ്ലൂബെറീസ് പോലുള്ള ബ്ലൂ കളർ ബെറീസിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് തന്നെയാണ് നമ്മളുടെ റെഡ് റൈസിലുള്ളത്. അത് ബ്രൗൺ റൈസിൽ ഇല്ല എന്നുള്ളതാണ് വേറൊരു രസകരമായൊരു ഫാക്റ്റ്. അപ്പോൾ ഒത്തിരി ഹെൽത്ത് ബെനിഫിഷ്യലാണ്. നമ്മളിപ്പോൾ മുമ്പൊക്കെ ഞങ്ങളും വൈറ്റ് റൈസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. കാരണം എന്താ പറയുക, ഉണ്ടാക്കാനൊക്കെ എളുപ്പം വൈറ്റ് റൈസാണ് കമ്പയർഡ് ടു റെഡ് റൈസ്. കുറച്ച് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്ന കാരണം ഞങ്ങൾ മുമ്പ് വൈറ്റ് റൈസ് ആയിരുന്നു. പക്ഷേ ഇതുപോലെ ഹെൽത്ത് ബെനിഫിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിഞ്ഞപ്പോൾ ഞങ്ങൾ റെഡ് റൈസിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റെഡ് റൈസ് ആണ് ഓപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ബ്രൗൺ റൈസ് അത്ര ടേസ്റ്റി അല്ല. അതുകൊണ്ടാണ് റെഡ് റൈസ് ആകുമ്പോൾ നമ്മുടെ നോർമൽ നമ്മൾ നാട്ടിലെ പാലക്കാടൻ മട്ട അല്ലെങ്കിൽ നാട്ടിലെ നോർമൽ കുത്തിരി എന്ന് പറയുന്നത് ഏറ്റവും നല്ലതും ഏറ്റവും രുചികരമായിട്ടുള്ള ആഹാരമല്ലേ. പിന്നെ അതുപോലെ തന്നെ ലോ ഇൻ കൊളസ്ട്രോൾ ആണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. വെരി ലോ ഇൻ കൊളസ്ട്രോൾ. അപ്പോൾ ഹാർട്ട് പേഷ്യൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് ഏറ്റവും നല്ലത്.
കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോളൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടു, അതുപോലെ തന്നെ കിച്ചണൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടു. പിന്നെ കുറച്ച് തുണി വിരിക്കാനുണ്ട്, അപ്പോൾ ഞാൻ അത് ചെയ്യാൻ പോവാണ്. തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒരു മോര് കൂട്ടാനും കാച്ചി വെച്ചു. അപ്പോൾ മോൻ്റെ ഹൈ ചെയർ ക്ലീൻ ചെയ്യാൻ ഞാൻ വിട്ടുപോയി എൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഞാൻ അത് ക്ലീൻ ചെയ്യായിരുന്നു. റൂമിൽ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട്, പിള്ളേർ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി കുളിച്ച് അവരെയും കൂടി ഒന്ന് ഡ്രസ്സ് മാറ്റിക്കണം. അപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടുണ്ട്, നല്ല ഹാപ്പി ആയിട്ട് എഴുന്നേറ്റിരിക്കുന്നു. അവൻ്റെ ഉറക്കമൊക്കെ പ്രോപ്പറായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്ത് പോകാമെന്ന് കേട്ടപ്പോഴോടുകൂടി എൽസ് ഭയങ്കര ഹാപ്പിയായി. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്കാണെന്ന് കേൾക്കുമ്പോൾ അവൾ എന്താ പറയാമെന്നറിയില്ല. അപ്പോൾ മക്കളെ രണ്ടുപേരെ റെഡിയാക്കി, ഞാൻ റെഡിയായിട്ടുണ്ട്. ഇനി മോൻ്റെ ബുക്കും സാധനങ്ങളും അതുപോലെ ഹെൽത്ത് കാർഡുകളും എല്ലാവരുടെയും എടുത്ത് ബാഗിലേക്ക് വെക്കണം. ഇതാണ് മോൻ്റെ ഹെൽത്ത് കെയർ നോട്ട്ബുക്ക്. ഇത് മോൾക്ക് ഇതുപോലെ ഒരെണ്ണം തന്നെയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവിടുത്തെ മെയിൻ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഹമദിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ നോട്ട്ബുക്ക്. ഇതിൽ ഇവരുടെ ഫുൾ വാക്സിനേഷൻസും ഗ്രോത്ത് ചാർട്ടുകളും അതുപോലെ കുഞ്ഞുങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒരു 6-7 വയസ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ റെക്കോർഡഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാവുമ്പോൾ മുതൽ നമ്മൾ കൊടുക്കുന്ന വാക്സിനേഷൻസും അതുപോലെ തന്നെ ഓരോ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോണുകളും എല്ലാം അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. നമ്മൾ എപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നു അപ്പോഴൊക്കെ ഇത് കൊണ്ടുപോകണം. മോനിപ്പോൾ 1 വയസ്സിൻ്റെ വാക്സിനേഷനാണ് പോകുന്നത്. അപ്പോൾ അവന് ഹെൽത്ത് കാർഡ് എടുക്കണം നമ്മൾ. അതിന് വേണ്ടിയിട്ട് 100 റിയാലാണ് അതിന് വരുന്ന ചിലവ്. അപ്പോൾ 1 വർഷത്തേക്ക് 100 റിയാലാണ് അവരെടുക്കുക. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കംപ്ലീറ്റ് മെഡിക്കേഷൻസും ഫ്രീ ആണ്. അപ്പോൾ ഹെൽത്ത് കാർഡ് എടുക്കാനായിട്ട് 100 റിയാലാവും. അത് എല്ലാ വർഷവും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഈ 100 റിയാൽ വെച്ച് പേ ചെയ്തുകൊണ്ട് റിന്യൂ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പേരൻസിൻ്റെ ഹെൽത്ത് കാർഡും കാണിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ റെൻ്റ് കോൺട്രാക്റ്റിൻ്റെ കോപ്പിയും പിന്നെ കൊച്ചിനൊരു ഫോട്ടോഗ്രാഫും കാണിക്കണം. അത് കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്ക് കാർഡ് അടിച്ചു തരും. ജസ്റ്റ് 5 മിനിറ്റ്സ് കൊണ്ട് അവരത് നമുക്ക് അടിച്ചു തരും. ഞങ്ങൾ പോകുന്നത് PHCCയിലേക്കാണ്, പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റർ എന്ന് പറയും. ഇവിടുത്തെ മെയിൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹമദ് മെഡിക്കൽ കോപ്പാണ്. അതിൻ്റെ താഴെ, അതായത് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ ഹെൽത്ത് സെൻറ്റേഴ്സാണ് പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വാക്സിനേഷൻസും അതുപോലെ തന്നെ ചെറിയ പനിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എമർജൻസി അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് പോകാൻ പറ്റിയത് ഈ പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്ററാണ്. ഓരോ സോണിലും ഓരോ ഹെൽത്ത് സെൻറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ
നമുക്ക് അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ ഹെൽത്ത് കാർഡ് നമുക്ക് അവൈലബിൾ ആയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ഉണ്ട്. അതായത് 1 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ഹെൽത്ത് കാർഡ് കൊടുക്കണം, എടുക്കണം. എന്നാലാണ് അവർക്ക് നമ്മളുടെ മെഡിക്കൽ റെക്കോർഡ്സ് അവർക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഹമദിൻ്റെ കീഴിലുള്ള ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഈ ഹെൽത്ത് കാർഡ് വെച്ചിട്ടാണ് അവർ നമ്മളുടെ മെഡിക്കൽ റെക്കോർഡ്സ് എടുക്കുന്നത്, റിട്രീവ് ചെയ്യുന്നത്. കാരണം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഹെൽത്ത് സെൻറ്ററിലെത്തി. ഞങ്ങളപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇനീഷ്യൽ അസസ്മെൻറ്റ് കഴിഞ്ഞു. ഇനീഷ്യൽ അസസ്മെൻറ്റിൽ അവർ കൊച്ചിൻ്റെ വെയിറ്റ് നോക്കും, ഹൈറ്റ് നോക്കും, പിന്നെ ഹെഡ് സർക്കംഫറൻസ് നോക്കും, പിന്നെ കൊച്ചിൻ്റെ ഫീഡിങ് ഹാബിറ്റുകൾ, പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡിങ്ങിൽ എന്തെങ്കിലും വേരിയേഷൻസോ, അല്ലെങ്കിൽ കുഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടോ, പിന്നെ മൈൽ സ്റ്റോൺസ് എല്ലാം അച്ചീവ്ഡ് ആയിട്ടുണ്ടോ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം അവർ ചോദിച്ചറിയും. പിന്നെ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യും. അവരെ സിസ്റ്റത്തിലും നോട്ട് ഡൗൺ ചെയ്യും, നമ്മളുടെ ബുക്കിലും അവർ നമുക്ക് ഓരോ ചാർട്ടിലും മാർക്ക് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് നമ്മളെ വിടുക. അപ്പോൾ ഡോക്ടറും ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും, മൈൽ സ്റ്റോൺസൊക്കെ ചോദിക്കും, കുഞ്ഞിനെ ഫുള്ള് ചെക്ക് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വാക്സിൻസ് കൊടുക്കുക. അപ്പോൾ വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഇന്ന് 3 വാക്സിൻസാണ് കൊടുത്തത്. ഒന്ന് ഹെപ്പറ്റൈറ്റിസ് എയ്ക്കുള്ളത്, പിന്നെ MMR ആണ്, മീസൽസ്, മംസ് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒന്ന് വാരിസെല്ല ചിക്കൻ പോക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. വാരിസെല്ലയുടെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ബാക്ക് സ്റ്റോറി പറയാം. എൽസുവിന് 6 months ഉള്ളപ്പോൾ ഞാൻ നാട്ടിൽ ക്രിസ്മസിൻ്റെ സമയത്ത് വന്നായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ചിക്കൻ പോക്സ് വന്നു. അപ്പോൾ എൽസു 6 months ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, ഒരു 5 months കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നതോടുകൂടി കുഞ്ഞിന് വരാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ചാൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളുടെ ബോഡി ഓൾറെഡി അതിനുള്ള ആൻറ്റിബോഡീസൊക്കെ ക്രിയേറ്റ് ചെയ്യുമല്ലോ. വൺസ് ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള റെസിസ്റ്റൻസ് നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിനും ആ ഒരു റെസിസ്റ്റൻസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മാറിക്കഴിഞ്ഞപ്പോൾ മോൾക്ക് വന്നു. അപ്പോൾ അവളുടെ 1 year വാക്സിനേഷനിലാണ് ഈ ചിക്കൻ പോക്സിൻ്റെ വാരിസെല്ല കൊടുക്കുന്നത്. അപ്പോൾ മോൾക്ക് അത് കാരണം വാരിസെല്ല കൊടുത്തില്ല. ഓൾറെഡി 6 months ചിക്കൻ പോക്സ് വന്ന കാരണം അവർ വാരിസെല്ല പിന്നെ കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ മോന് കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, കൊച്ചിന് എൻ്റെ മോൾക്ക് കൊടുത്തിട്ടില്ല, അവന് ഇന്ന് കിട്ടിയെന്നുള്ളത് പെട്ടെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ ഏകദേശം ഒരു 11:45 ഇനിയിപ്പോൾ ചോറ് ഓൾറെഡി വാർത്ത് വെച്ചു. ഞാൻ മോരുകൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. പപ്പടം ഓൾറെഡി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അത് ചെയ്യുവാണ്. മീൻ വറുത്തൊരു പകുതി ആയപ്പോഴേക്കും ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ ഞാൻ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഇലക്ട്രിക് സ്റ്റൗ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഇറക്കി വെച്ചിട്ട് അതുമേലാണിപ്പോൾ ബാക്കിയുള്ളത് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഗ്യാസൊക്കെ തീർന്നു പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്ര വലിയൊരു സംഭവം അല്ലെങ്കിൽ വലിയൊരു പെർഫോമൻസ് ഒന്നും ഇതൊന്നുമില്ല. ഭയങ്കരമായിട്ട് ടൈം എടുക്കും. എനിക്ക് തോന്നുന്നു 20 റിയാലിന് 30 റിയാലിനെന്തോ ഞാൻ വാങ്ങിച്ചത് ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നാൽ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് മീൻ വറുത്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം അതിൻ്റെ അകത്തേക്ക് ഞാൻ വെച്ചു. സമയം ഏകദേശം ഒരു 3:15 ഹസ്ബൻഡിന് 4 മണിക്ക് പോകണം. ഗ്യാസ് ഇല്ലാത്ത കാരണം ഇതിൽ എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. ചായ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പായ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഈവനിങ് സ്നാക്കായിട്ട് അതാണ് കഴിക്കുന്നത്.
ഹസ്ബൻഡ് ജോലിക്ക് പോയി. അപ്പോൾ മോൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പിള്ളേരൊപ്പം കളിക്കായിരുന്നു. അവരെന്തൊക്കെയോ കളിക്കുന്നുണ്ട്. കുറച്ച് നേരം ടി വിയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ കൊച്ചിന് കാലിൽ ഇച്ചിരി വേദനയുള്ള കാരണം അവൻ ഇച്ചിരി വാശിയിലാണ്, നല്ല വാശിയിലാണ്. പിന്നെ ഗ്യാസ് തീർന്നു പോയി. അത് കാരണം എനിക്ക് കുക്കിംഗ് എന്ന് ആലോചിക്കുക വേണ്ട, കാരണം ആൾ പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു ഇന്ന് എന്നോട്. അപ്പോൾ എനിക്ക് ഇനി ഈവനിങ് ഫുള്ള് എനിക്ക് ഫ്രീ ആണ്. ഇനി കുറച്ച് തുണി മടക്കാനുള്ളൂ, അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ മാക്സിമം പിള്ളേരൊപ്പം ഇരിക്കാൻ തന്നെ വിചാരിച്ചു. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമുക്ക് കുറച്ച് മരുന്നുകൾ തന്നായിരുന്നു. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് പാരസെറ്റമോളാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ വെച്ച കാരണം കാലിന് വേദന ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ പനി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പാരസെറ്റമോൾ തന്നത്. പിന്നെ വൈറ്റമിൻ D3 ആണ്. വൈറ്റമിൻ D3 എന്ന് പറയുമ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു ഡ്രോപ്സാണ്. ഇത് ഞാൻ എന്താണെന്ന് വഴിയെ പറയാം. പിന്നെ ഒരു ക്രീമാണ്. ഇതെന്ന് പറയുന്നത് സ്കിൻ ക്രീമാണ്. കൊച്ചിന് ഇച്ചിരി ഡ്രൈ സ്കിന്നാണ്, ഇച്ചിരി എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് പുരട്ടാനായിട്ട് തന്നതാണ്. അതിൻ്റെ 2 പാക്കറ്റ് തന്നു. പിന്നെ ഒരു റീഫില്ലിൻ്റെ ബില്ലും കൂടിയും തന്നു. അപ്പോൾ നമുക്ക് 2 മാസം കഴിയുമ്പോൾ പറയുന്ന ഡേറ്റിൽ ചെന്നുണ്ടെങ്കിൽ ഈ റീഫില്ല് കാണിച്ച് അവർ നമുക്ക് ഒരെണ്ണം കൂടിയും തരും. പിന്നെ നോർമൽ സെലൈൻ ഡ്രോപ്സ്, ഇത് ജസ്റ്റ് മൂക്കടപ്പോ അല്ലെങ്കിൽ നീരുവെച്ച് എന്തെങ്കിലും വരികയാണെങ്കിൽ ഒഴിക്കാനായിട്ട് തന്നതാണ്. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ മോന് വീണ്ടും ക്ഷീണമായി തോന്നുന്നു. അവൻ കുറച്ച് നേരം കൂടി ഉറങ്ങി. അപ്പോൾ എനിക്കിനി കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ചായ ഒരു ഇച്ചിരി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കപ്പ് ചായയും കുടിച്ചു. പിന്നെ മോളുടെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ തുണി മടക്കാതിരിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൈറ്റമിൻ D3യുടെ കേസ് ഞാൻ പറഞ്ഞില്ലേ. D3 എന്തായാലും ഒരു 5 വയസ്സ് വരെ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു മരുന്നാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കുഞ്ഞുങ്ങൾക്ക് റിക്കറ്റ്സ് ഉണ്ടാവാണ്ടിരിക്കാനായിട്ടാണ് വൈറ്റമിൻ D3 കൊടുക്കണമെന്ന് പറയുന്നത്. റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഡെഫിഷ്യൻസിയാണ്. നമ്മളുടെ ബോഡിയിൽ നമ്മളിപ്പോൾ എത്ര പാല് കുടിച്ചാലും അല്ലെങ്കിൽ എത്ര തൈര് കഴിച്ചാലും അല്ലെങ്കിൽ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും കാൽഷ്യം പ്രോപ്പറായിട്ട് നമ്മളുടെ ബോഡി അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ D3 ഉണ്ടാവണം. വൈറ്റമിൻ D3 കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്. സൺലൈറ്റാണ് നാച്ചുറൽ സോഴ്സ് വൈറ്റമിൻ D3 ഉള്ളത്. പക്ഷേ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഈ സൺലൈറ്റ് ആയിട്ടുള്ള എക്സ്പോഷർ ഭയങ്കര കുറവാണ്. കാരണം ചൂട് ഭയങ്കര കൂടുതലും എല്ലാവരും ഇൻഡോർ ആയിരിക്കും. അപ്പോൾ ഈ എക്സ്പോഷർ കുറവായിരിക്കും സൺലൈറ്റ് ആയിട്ടുള്ള. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി വരും, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരും. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് അവർ ഓറൽ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഞാനത് ആദ്യം അത്ര കെയർ ചെയ്തിരുന്നൊരു കാര്യമല്ല. കാരണം മോളുടെ കേസിൽ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നില്ല. പക്ഷെ മോൻ്റെ കേസിൽ അവനൊരു 9-9.5 മാസമായപ്പോൾ നടന്നു തുടങ്ങിയപ്പോൾ അവൻ്റെ കാലിന് ചെറിയൊരു വളവ് വന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ നടന്നു തുടങ്ങിയതുകൊണ്ടാവാം അവൻ്റെ കാലിന് ഒരു ചെറിയ വളവ്. പിന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഒരു കേസ് വരാറുണ്ടല്ലോ. പക്ഷേ ഈ ഒരു കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ കേസ് എനിക്കത്ര അങ്ങനെ മനസ്സിലായില്ല. എനിക്ക് തന്നെ ഹസ്ബൻഡിന് മനസ്സിലായില്ല അത്. പിന്നീട് വാക്സിനേഷന് ചെന്നപ്പോഴാണ് അവരത് പറഞ്ഞത്. എന്നിട്ട് ആ കൊച്ചിന് ഇതുപോലെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, കാലിലും കൂടുതലായിട്ട് കൈക്കാണുള്ളത്. അവർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു വൈറ്റമിൻ D3യുടെ കുറവാണ്, കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുന്നില്ല, കാൽഷ്യം തീരെ കുറവായതുകൊണ്ടാണ് കുഞ്ഞിനങ്ങനെ പ്രശ്നം വന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും വൈറ്റമിൻ D3 ഡ്രോപ്സ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് തന്നെ. കാരണം മോളുടെ കേസ് എന്ന് പറയുമ്പോൾ മോളുടെ കേസിൽ കുറച്ച് നാൾ ഞങ്ങൾ നാട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ല. നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം സൺലൈറ്റായിട്ട് പിള്ളേർ പുറത്തൊക്കെ കളിക്കാനൊക്കെ പോകുന്നതല്ലേ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ കൂടുതലും വീടിൻ്റെ അകത്ത് തന്നെയാണ്, അല്ലെങ്കിൽ സൺ ഓൾമോസ്റ്റ് സെറ്റായി, സൺസെറ്റിൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുള്ളൂ. ഇപ്പോൾ പാർക്കിലൊക്കെ പോയാൽ അത്ര വെയിലുള്ള സമയത്തൊന്നും നമ്മളങ്ങനെ ഇറങ്ങില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ടാണ് കൊച്ചിന് ആ ഒരു പ്രശ്നം വന്നത് തന്നെ. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ 5 വയസ്സ് വരെ എന്തായാലും കൊടുക്കണം, മറക്കാണ്ട് കൊടുക്കണം. കാരണം കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നടത്തത്തിലൊക്കെ ആ ഒരു പ്രോബ്ലം വരും. പിന്നെ അത് ആ ഒരു ഡിഫോൾട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വേറെ കൂടുതൽ മെഡിക്കേഷൻസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണേ. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പുറത്ത് പോവാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. ഞങ്ങൾ ഓയിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. മലയാളികളുടെ തന്നെയാണ്. അവിടെ വലിയ തിരക്കൊന്നുമില്ല, ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. എനിക്ക് ഫേമസ് ആണോന്നൊന്നും എനിക്കറിയില്ല. അത്യാവശ്യം ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. ആ കാണുന്നത് കാലിഗ്രാഫി എന്ന് പറഞ്ഞൊരു ആർട്ട് വർക്കാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് സൽവാർ റോഡിലൊരു അണ്ടർപാസിലൂടെയാണ്. സൽവാർ റോഡിന് 4 അണ്ടർപാസസ് ആണുള്ളത്. അതിൻ്റെ 2 സൈഡ് വാൾസിലും ഇതുപോലുള്ള കാലിഗ്രാഫി ആർട്ട് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. എൽ സീദ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ടുണീസിയൻ ആർട്ടിസ്റ്റാണ് ഇത് വരച്ചത്. ആളുമാളുടെ ടീമും കൂടിയാണ് ഇത് വരച്ചത്. വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള വർക്കാണ്. ഇതിൽ ഈ വരച്ചിരിക്കുന്നത് ശരിക്കും അറബിക് വേർഡ്സും അറബിക് ഫ്രേസസ്, പോയട്രിയുടെ അറബിക് പോയത്തിലുള്ള വേർഡ്സും ഫ്രേസസും, ഖത്തറിൻ്റെ കൾച്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡ്സ്, പിന്നെ ഈവൻ ഖത്തറിൻ്റെ നാഷണൽ ആന്തത്തിലുള്ള വേർഡ്സ് വരെ ഈ കാലിഗ്രാഫിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മൊത്തം 52 വർക്ക്സ് ആണുള്ളത്. 52 ഇതുപോലത്തെ ഉള്ള കാലിഗ്രാഫി വർക്ക്സ് ചെയ്തിട്ടുണ്ട്, മ്യൂറൽസ് ചെയ്തിട്ടുണ്ട് 4 അണ്ടർപാസസിലുള്ളിൽ കൂടെ. അപ്പോൾ ഞാൻ ആളുടെ പിക്ചറും പിന്നെ ആൾ ചെയ്തിരിക്കുന്ന വർക്ക്സും കുറച്ച് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻജോയ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഓയിസ്റ്ററിലെത്തി. ഓയിസ്റ്റർ ഞങ്ങൾ മിക്കപ്പോഴും വരാറുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ്സിൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വെള്ളയപ്പവും മീൻകറിയാണ്. വളരെ ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. ചിലർക്ക് ഈ ഒരു വെള്ളയപ്പം മീൻകറി കോമ്പിനേഷൻ അത്ര ഒരു നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നാറില്ല. പക്ഷേ ആദ്യം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ കഴിച്ചു തുടങ്ങിയോടുകൂടി ആളും ഇത് തന്നെയാണ്. ആൾക്കും ഭയങ്കര ഇഷ്ടമായ ഒരു കോമ്പിനേഷൻ. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന, എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന അതേ സെയിം മോഡൽ തന്നെയാണ്, അമ്മ ഉണ്ടാക്കാറുള്ള പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ചപ്പാത്തി പറഞ്ഞിട്ടുണ്ട്, പിന്നെ വെള്ളയപ്പം പറഞ്ഞിട്ടുണ്ട്. വെള്ളയപ്പം മീൻകറി, പിന്നെ ചപ്പാത്തി, പെപ്പർ ബീഫും, പിന്നെ ചിക്കൻ 65 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില്ലി ഫിഷ് ഞാൻ ആദ്യമായിട്ടോ, ചില്ലി ഫിഷ് ഞാൻ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. Eat this one? Only happy. It's dosa. I saw new colors up there. Up there, up there. Up there.
അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ വെൽക്കം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി വരും. അതുകൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. See you until next time with another video. Take care. Be happy. Bye bye.